ഇന്ന് ഒരു ട്രക്കിങ്ങിനുള്ള പരിപാടിയാണ്. അധികം ടൈമൊന്നുമില്ല. ഇവർ 2, അവിടെ ഒരു 3, ഇത് നമ്മൾ പുതിയ കഴിയും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 5, 2, 7 പേരായിട്ടാണ് പോകുന്നത്. ഇന്നത്തെ യാത്ര ഈ മലയടിവാരങ്ങളിലേക്ക് ഉള്ളൊരു ട്രക്കിങ്ങാണ്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ റോബസ്റ്റ കോഫിയാണ്. അവിടെ വേറെ ക്വാളിറ്റിയുള്ള കോഫിയുണ്ട്. ഇതാണ് കോഫി വർക്കേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്. ഓരോ വർക്കേഴ്സിനനുസരിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സാണല്ലോ. 200 പേരുണ്ട് കോഫി വർക്കേഴ്സ് മൊത്തത്തിൽ. നമ്മുടെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കിയാണ് ഇത്. ഒരു ഇടയിലിടയിൽ കെട്ടി വെച്ചിട്ടുണ്ട് കുളിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പം അത്രയും വെള്ളം വരണം. അതുകൊണ്ട് ചെറുതായിട്ട് തടഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കി സംഭവം പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം തിരിക്കാനും മറിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഫി, അതായത് ക്വാളിറ്റിയുള്ള കോഫി കാണാൻ പോകും. വർക്കേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഴയ കാലത്തെ വീടുകളൊക്കെ പറഞ്ഞാൽ ഓടിട്ട ചെറിയ വീടും മറ്റേ വിറകടുപ്പും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. കറണ്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ഇതാണ് ടീം. അപ്പം നമ്മൾ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ല കാറ്റൊക്കെയാണ്. ചെറിയ കയറ്റമായിട്ട് പോയിട്ട് നമ്മൾ ആ മല മുഴുവൻ കയറാൻ പോകും. അവിടെ ആയിട്ട് പോയിട്ട് വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്കൊരു പുതിയ ഗൈഡുണ്ട്. ആ ഗൈഡാണ് നമ്മളെ ഈ വഴിക്കൊക്കെ കാണിച്ചു തരുന്ന കോഫിത്തോട്ടം. പുതിയ എന്താ പറയുക, അവിടെയുള്ളത് റോബസ്റ്റോ ടൈപ്പ് കോഫിയാണ്. അതത്ര ക്വാളിറ്റി എന്നുവെച്ചാൽ കുറവാണ്. നല്ലതാണ്, കുറവ്. പക്ഷെ അതിലും കൂടുതൽ ക്വാളിറ്റി ഉള്ള കോഫി ടൈപ്പാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള മോട്ടോറുകളും ടാങ്കുകളും അവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് കട്ടിലാണ് പോകുന്നത്. മറ്റേ വണ്ടി വരാനുള്ള വഴി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ മുറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഉണങ്ങിയതൊക്കെ അതൊക്കെ വിറകായിട്ട് ഉപയോഗിക്കുമായിരിക്കും. ഇത് മൊത്തം കുറേ മരങ്ങൾ വെറൈറ്റി ആയിട്ട് എല്ലാം ഉണ്ട്. തന്നെയുള്ള ഷോർട്ട് കട്ടിലേക്ക് കയറി പോകണം. ഈ റോഡ് വഴി നേരെ പോയാൽ മതിയായിരുന്നു. പക്ഷേ അവൻ ഷോർട്ട് കട്ടാക്കി ശരിക്കും ട്രക്കിങ്ങിനാക്കി. എങ്ങനെ കയറും നോക്കട്ടെ. ഈ കുത്തനെയുള്ള കയറ്റാണ്. കയറി വന്ന് വീണ്ടും സമതലം. അതൊക്കെ നല്ല നല്ല കോഫി ചെടികളാണ്. ഇനിയും ഈ ഹൈറ്റ് കാരണം ടീമുകൾ വരുന്നുണ്ട്. കുറേ മരങ്ങൾ. നമ്മൾ വ്യൂ പോയിൻ്റ് കാണാം. എൻ്റെ പൊന്നോ, കയറി കുത്തനെയുള്ള കയറ്റം. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഒരു കേട്ടെ മൊത്തം കുത്തനെയുള്ള ഇവിടേക്കൊക്കെ കുറേ ഇറക്കം കാലും ഒക്കെയുണ്ട്. കാട് അടിപൊളി. നമ്മളെ കാറ്റും കയറിയിട്ട് കുറേ നാളായില്ലേ ഇങ്ങനെ കുന്നും കാടുകളൊക്കെ കയറിയിട്ട്. ഇപ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ അവരൊക്കെ ക്ഷീണിച്ചു, യങ്സ്റ്റേഴ്സ് ക്ഷീണിച്ചു. നമ്മളോ കാര്യമില്ല. അപ്പോൾ ഇത് കയറി ആ അറ്റം വരെ എത്തണം. കണ്ടോ ഓരോ മരങ്ങളോ, എന്നാ രസമാണ്. രാവിലത്തെ സൂര്യോദയം നല്ല രസം. ഈ വഴി എങ്ങനെ പോകും? നല്ല മരങ്ങൾ. വടിയും കൊണ്ടൊക്കെ എടുത്തിട്ട് വരണേ. അങ്ങനെ ഈ വഴി വന്നിട്ട് ഈ കയറിപ്പോയി അങ്ങനെ പോകണം. നല്ല മരങ്ങൾ. എന്തിൻ്റെയൊക്കെ മരങ്ങളാണെന്ന് അറിയണില്ല. ഇങ്ങനെ പോകണം. കാട് മൊത്തം രസമല്ലേ? പച്ചപ്പ് നിറഞ്ഞ കാട്. സൂര്യ വെളിച്ചം തട്ടി മിന്നി ചിതറുന്നു. ഇവിടെ വന്നപ്പോഴേ ഒരു ആശ്വാസമുണ്ട്. കുറച്ചൊന്ന് ഇരുട്ടായ പ്രതീതിയുണ്ട്. പിന്നെയുണ്ട് മരങ്ങൾ ഇഷ്ടം പോലെ. പിന്നെ
റോഡ് ഇത്തിരി താഴ്ചയുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട വരും. അവിടെയാണോ ഇതിൽ പോകണം അറിയില്ല. നോക്കട്ടെ. നല്ല നല്ല മരങ്ങൾ താഴെ നിൽക്കുന്ന സ്ഥലം. നമ്മൾ ഇത്രയും മുകളിൽ അങ്ങനെ താഴ്വാരത്തിന് അതിലൊക്കെ നടന്നായിരുന്നു. സൂര്യൻ അവിടെ ഇങ്ങനെ ഇവിടെ കൂടെ കാണുന്നുണ്ട്. ഇനിയൊരു 2 മിനിറ്റ് കൂടി യാത്ര. 2 മിനിറ്റ്. അയ്യ, നടന്നൊരു വരുവായി. ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊരു ആശ്വാസം. ഇനിയിപ്പോൾ അവിടെ മല നിരകൾ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. അത്യധികം ട്രക്കിംഗ് പരിപാടിയിലൂടെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട്. എന്താണ് ഇത്ര അപൂർവ കാഴ്ച! ഓ, അതിമനോഹരം, സൂപ്പർ, നല്ല വ്യൂ ആണ്. വെറുതെ അല്ല ഇത്രയും ദൂരം നടന്ന് കിടു വ്യൂ. അമ്മേ, ഫുൾ വ്യൂ കാണാം. എത്രയോ മലകൾ, മഞ്ഞ് മൂടി കിടക്കുന്ന കോഫി എസ്റ്റേറ്റുകൾ, ഭൂമ, മല, നത്തിങ്. കാട്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പീക്കിലെത്തി കുറച്ചു നേരം വിശ്രമിക്കാം. പീക്കട്ടോ, കാട്, മൊത്തത്തിൽ കാട്. നമ്മുടെ പീക്കൊക്കെ കണ്ടിട്ട്, അതായത് വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകണം. കാടും പിന്നെ ഇവിടെ 2 ടൈപ്പ് ഓഫ് എന്താ പറയുക ടീ ഉണ്ട്. ഒന്ന് റോബസ്റ്റോ, ഒന്ന് വേറെന്തോ ഒരു പേര് പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷെ അത് ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ അപ്പം 2 ടൈപ്പ് ഓഫ് കോഫി ഇതിൻ്റെ ഇടയിലൊക്കെ കൂടെ ഉണ്ട്. ഇതൊക്കെ ഓരോ കോഫി വർഗ്ഗങ്ങളാണ്. ഇവർ പറയുന്നത് 1 വർഷത്തിലൊരിക്കലാണ് ഇവർ കോഫി മുഴുവൻ എടുക്കുക. അത് ഫെബ്രുവരിയിലാണ് കോഫി മുഴുവൻ പറിച്ചെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈകി മാർച്ച് 20 ഇന്ന്. സൂര്യൻ പാടില്ല, നമ്മളെത്ര കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ ഇറങ്ങി പോവാണ്. വീഡിയോ സെഷൻസ് നടക്കുക. മൂപ്പര് നടക്കുന്നു, പുറകിലൊരു വീഡിയോ എടുക്കുന്നു. നമ്മുടെ കുത്തനെയുള്ള സ്ഥലത്ത് സൂര്യനിങ്ങനെ കിരണങ്ങൾ അടിച്ച് പക്ഷികളുടെ സൗണ്ട് എക്കോ എവിടേക്കൊക്കെയോ വരുന്നു, എക്കോ വരുന്നുണ്ട്. പുതിയ കാപ്പി ചെടികളാണ്. പഴയത് കേട്ട് വന്നാൽ പുതിയത് നടും. അധികം പഴക്കമില്ലാത്ത കാപ്പി ചെടികളാണ്. 1 വർഷം കൊണ്ട് കാപ്പി കഴിക്കുന്ന പറയും. അപ്പോൾ നമ്മൾ കുത്തനെയുള്ള ഇറക്കം പൊടുകൊടുന്ന് ഓടണം. അയ്യോ വഴിക്ക് വീഴണം. കയറുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, ഗ്രിപ്പ് കിട്ടും. ഇറങ്ങുമ്പോൾ ഭയങ്കര പാടാ കാലിൽ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുത്തനെയുള്ള മൊത്തം കുത്തനെ കയറി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുത്തനെയുള്ള ഒരു ഓട്ടോടാണ്. കൂട്ടരെ ഇത് അത്രയും അവരുള്ള അവരവിടെയൊക്കെയാണ് പോയിട്ട് വന്ന് ഇറങ്ങി ഒരു പരുവത്തിൽ പിന്നെ നമ്മൾ നമ്മുടെ കൂടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്.